അങ്ങനെ 2025 പകുതി കഴിഞ്ഞു. ഈ വർഷം ഇതുവരെ നമ്മൾ ഇന്ത്യൻ സിനിമകൾ കുറേ കണ്ടിട്ടുണ്ടെങ്കിലും ഹോളിവുഡിൽ നിന്നും വലിയ റിലീസുകളൊന്നും നമ്മൾ കണ്ടില്ല. അതൊക്കെ ഇനി വരാതിരിക്കുന്നത് ഇനിയുള്ള മാസങ്ങളിലാണ്, പ്രത്യേകിച്ച് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലൊക്കെ. സോ ജൂണിൽ റിലീസ് ചെയ്യുന്ന വലിയ വലിയ സിനിമകളും സീരീസുകളും ഏതൊക്കെയാണ് നോക്കാം, അല്ലെങ്കിൽ പ്രതീക്ഷയ്ക്ക് വകയുള്ള സിനിമകളും സീരീസുകളും ഏതൊക്കെയാണ് നോക്കാം. സോ ജൂൺ 4 തന്നെ സ്റ്റിക്ക് എന്ന് പറഞ്ഞ പുതിയൊരു സീരീസ് ആപ്പിൾ TV+ലൂടെ റിലീസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓവൻ വിൽസൺ പ്രധാന വേഷത്തിലെത്തുന്ന ഒരു കോമഡി ഡ്രാമ സീരീസാണ്. ദെൻ ഇതേ ദിവസം തന്നെ 4 സ്റ്റോളൻ എന്ന് പറഞ്ഞൊരു ചിത്രം ആമസോൺ പ്രൈം വീഡിയോയിലൂടെ റിലീസ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ അഭിഷേക് ബാനർജി പ്രധാന വേഷത്തിലെത്തുന്ന ഒരു ക്രൈം ത്രില്ലർ മൂവിയാണ്. ഈ മൂവി ഓൾറെഡി 2 വർഷം മുമ്പേ വെനീസ് ഫിലിം ഫെസ്റ്റിവലിൽ പ്രീമിയർ ചെയ്ത മൂവിയാണ്. ഇപ്പോഴാണ് ഇത് ഡയറക്റ്റായിട്ട് OTT റിലീസായിട്ട് വരുന്നത്. തിയേറ്ററിൽ റിലീസ് ഇല്ലാതെന്ന് തോന്നുന്നു. സോ ഇതും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, ഇതിൻ്റെ ഒരു പ്രിമേസും പ്ലോട്ടൊക്കെ കേട്ടപ്പോൾ. ദെൻ 5 തഗ് ലൈഫ് റിലീസ് ചെയ്യുന്നത്. നമ്മുടെ കമലഹാസൻ മൺരത്നം കോമ്പോയിൽ വരുന്ന, അല്ലെങ്കിൽ STR കോമ്പോയിൽ വരുന്ന പുതിയൊരു ചിത്രം. ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത നായകന് ശേഷം ഈ ഒരു കോംബോ തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. കാരണം അത്രയും വലിയ ഗ്യാപ്പ് എടുത്തിട്ടാണ് ഇവർ രണ്ടുപേരും റീയൂണേറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ തമിഴിലെ ഈ വർഷത്തെ ഏറ്റവും വലിയ റിലീസുകളിലൊന്നാണ് ഓൾറെഡി തഗ് ലൈഫ്. ദെൻ 6 ചോട്ടാ മുംബൈയുടെ റിലീസ് ഉണ്ട്. അതിൻ്റെ റിലീസുകൾ ഇപ്പോൾ നമ്മൾ കുറേ ആയിട്ട് കാണുന്നുണ്ട്, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻ സിനിമകളിൽ, പ്രത്യേകിച്ച് മലയാളത്തിലും തമിഴിലും മാത്രമായിട്ട്. ചില സമയത്തൊക്കെ റിലീസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മാറി അരോചകമായിട്ട്. പക്ഷേ ഈ പടത്തിൻ്റെ, അതായത് ഈ ചോട്ടാ ബോംബെയുടെ റിലീസ്, അത് ആഘോഷിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. പക്ഷേ ആക്ച്വലി നമ്മളിപ്പോൾ ഡെയിലി അല്ലെങ്കിൽ ചിലപ്പോൾ ആഴ്ചയിലൊന്നൊക്കെ ഈ സിനിമ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടാകും. പണ്ട് TV കേബിൾ ചാനൽസൊക്കെ ഉള്ളപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ പടം റിലീസ് ചെയ്യാറുണ്ട്. സോ നമ്മൾ ചിലപ്പോൾ പാർട്സായിട്ടോ അല്ലെങ്കിൽ ഫുള്ളായിട്ടോ നമ്മൾ കാണാറുള്ള പടം തന്നെയാണ്. നമ്മുടെ മനസ്സിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്ന ഒരുപാട് പഴയ പടമൊന്നുമല്ല. എങ്കിലും ഇത് തിയേറ്ററിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു ഓളത്തിൽ കാണാൻ പറ്റിയ, ഒന്നും കൂടി തിയേറ്ററിൽ പോയിട്ട് ഒന്ന് ആഘോഷിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ചോട്ടാ ബോംബെ. ദെൻ തഗ് എന്ന് പറഞ്ഞൊരു സിനിമ മലയാളത്തിൽ തന്നെ റിലീസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഓൾറെഡി ഇതിന് മുമ്പ് പണ്ട് ജയിലർ ഇറങ്ങിയപ്പോൾ, രജനീകാന്തിൻ്റെ ജയിലർ ഇറങ്ങിയപ്പോൾ ധ്യാനിൻ്റെ വേറൊരു ജയിലർ ഇറങ്ങിയിരുന്നു. അതേപോലെ തന്നെ കമലഹാസൻ്റെ തഗ് ലൈഫ് ഇറങ്ങിയപ്പോൾ ധ്യാൻ ഇറക്കുന്ന മറ്റൊരു ക്ലാഷ് റിലീസാണ് തഗ്. സോ ഈ സിനിമ 6 റിലീസ് ചെയ്യുന്നത്. ദെൻ ഇതുകൂടാതെ 6 തന്നെ പ്രഡേറ്റർ കില്ലർ ഓഫ് കില്ലേഴ്സ് എന്ന് പറഞ്ഞ ചിത്രം ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ റിലീസ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി നമുക്ക് ആ പ്രഡേറ്റർ ഫ്രാഞ്ചൈസ് അറിയാം. നമുക്കൊരു സാച്ചുറേറ്റ് ആയി അല്ലെങ്കിൽ ഈ സാധനം കണ്ണ് റിപ്പീറ്റ് അടിച്ച് വരുമ്പോഴാണ് പ്രേ എന്ന് പറഞ്ഞൊരു പടം കണ്ടത്. അതും ഡയറക്റ്റ് OTT റിലീസായിരുന്നു, തിയേറ്റർ റിലീസ് ഒന്നും അല്ലായിരുന്നു. അതൊരു കിണ്ണം കാച്ചിയ പടമായിരുന്നു, ഒരു ഫ്രഷ് ടേക്കായിരുന്നു. അതേപോലെ തന്നെയുള്ള ഫ്രഷ് ടേക്കാണ് ഇനി അടുത്ത് വരായിരിക്കുന്ന ഇൻസ്റ്റാൾമെൻറ്റ്സ് എല്ലാം. അപ്പോൾ ആ ഒരു പടം ഹിറ്റായതുകൊണ്ട് തന്നെ ഈ ഒരു ഫ്രാഞ്ചൈസ് മൊത്തം ഈ ഒരു ഡയറക്ടറെ കൊടുത്തു. സോ ഇങ്ങനെ തന്നെ ഈ വർഷം പ്രഡേറ്റർ ബാഡ്ലാൻഡ്സ് എന്ന് പറഞ്ഞൊരു ചിത്രം ഇറങ്ങുന്നുണ്ട്. ആ ഒരു പ്രേയുടെ കണ്ടിന്യൂഷൻ അല്ല, അവർ അടുത്ത പാട്ട് എന്നുള്ള രീതിയിൽ. ആൻഡ് അത് ആക്ച്വലി നടക്കുന്നത് പ്രഡേറ്റേഴ്സിൻ്റെ ഒരു പ്ലാനറ്റ് ഉണ്ടാവില്ല, അവിടെയാണ്. സോ ഈ ഒരു പടം, ഈ ഒരു പ്രഡേറ്റർ കില്ലർ ഓഫ് കില്ലേഴ്സ് എന്ന് പറഞ്ഞ ഒരു ആനിമേറ്റഡ് മൂവി, ഇതൊരു ആന്തോളജി മൂവിയാണ്. ഈ ഒരു പടം ഈ 2 പടങ്ങളിലെ ഒരു ബ്രിഡ്ജാന്ന് പറയും. ഈ ഒരു പ്രേയുടെയും പ്രഡേറ്റർ ബാഡ്ലാൻഡ്സിൻ്റെ ഇടയിലുള്ള ഒരു പരിപാടിയാണ്. സോ എനിക്ക് തോന്നുന്നത് ഒരു ബാഡ്ലാൻഡ്സിനുള്ള ഒരു പ്രീക്വൽ പോലെ, അല്ലെങ്കിൽ എന്താണ് ഇവരുടെ പ്ലാനറ്റ്, എവിടെ നിന്നാണ് ഇവർ വരുന്നത്. ആൻഡ് ഈ സിനിമ ആന്തോളജി എന്നുള്ള രീതിയിൽ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു 3-4 സ്ഥലത്ത് 3-4 പർട്ടിക്കുലർ ടൈം ലൈനിലും ടൈം പീരീഡിലൊക്കെ തന്നെ അവിടെ ഇടത്തിലുള്ള പല വലിയ വാരിയേഴ്സ്, ഇപ്പോൾ വേൾഡ് വാർ 2 പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ഫൈറ്റർ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്പാർട്ടനോ, അങ്ങനത്തെ ഭയങ്കര സെപ്പറേറ്റ് ആയിട്ടുള്ള യൂണീക്ക് ആയിട്ടുള്ള കുറേ വാരിയേഴ്സ് അവരിലേക്ക്, അല്ലെങ്കിൽ അവരുടെ ഇടയിലേക്ക് ഈ ഒരു പ്രഡേറ്റർ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നടക്കുക എന്നുള്ളതാണ് ഈ ഒരു സിനിമയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ. ഇതിൻ്റെ ഒരു പ്രിമേസ് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. ആൻഡ് ഇതിൻ്റെ ഒരു ട്രെയിലർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഞാൻ പേഴ്സണലി കാണാൻ ഭയങ്കരധികം ആഗ്രഹിച്ചിരിക്കുന്ന ജൂൺ റിലീസുകളിലൊന്നാണ് ഈ ഒരു പ്രഡേറ്റർ കില്ലർ ഓഫ് കില്ലേഴ്സ്. ആ ഒരു പ്രേ എന്ന പടവും ആൻഡ് അതിൻ്റെ ഒരു ബാഡ്ലാൻഡ്സ് എന്ന് ഈ വർഷം ഇറങ്ങിയിരിക്കുന്ന ഒരു പടത്തിൻ്റെ ഒക്കെ തന്നെ ഡയറക്ടറുടെ പടമായതുകൊണ്ട് തന്നെ. ദെൻ 6 തന്നെ ഹൗസ്ഫുൾ 5 എന്ന് പറഞ്ഞ സിനിമ ഹിന്ദിയിൽ നിന്ന് പുറത്തിറങ്ങുന്നുണ്ട്. കൂടാതെ മലയാളത്തിൽ നിന്നും ആസിഫ് അലി ചിത്രമായ ആഭ്യന്തര കുറ്റവാളിയും 6 തന്നെയാണ് റിലീസ് ചെയ്യുന്നത്. ദെൻ ജൂൺ 12 ഏറ്റവും പുതിയ പവൻ കല്യാൺ ചിത്രം ഹരിഹര വീരുമല്ലു എന്ന് പറഞ്ഞ ചിത്രം പുറത്തിറങ്ങുന്നുണ്ട്. ഇത് പണ്ടേ ഷൂട്ട് ചെയ്ത് വെച്ച പടമാണ്. കോവിഡ് ഒക്കെ കാരണം ഒരുപാട് ഡിലേ കഴിഞ്ഞിട്ടാണ് ഈ ഒരു പടം ഇപ്പോൾ റിലീസിന് ഒരുങ്ങുന്നത്. ദെൻ ജൂൺ 13 ബെല്ലറിനെ റിലീസ് ചെയ്യുന്നത്. നമ്മുടെ ജോൺ വിക്ക് ഫ്രാഞ്ചൈസിലെ ഏറ്റവും പുതിയ പടമാണ്. ആൻഡ് ഇത് ജോൺ വിക്കിന്റെ അടുത്ത പാട്ടൊന്നുമല്ല, ജോൺ വിക്ക് 3 ഇല്ല, പാരബലും, അതും ജോൺ വിക്ക് 4ന്റെ ഇടയിൽ നടക്കുന്ന ഒരു കഥയാണ്. ഓൾറെഡി നമുക്ക് ജോൺ വിക്ക് 3 ഒരു ക്യാരക്ടർ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ അതിൽ വേറെ കാസ്റ്റ് ആയിരുന്നു. ഇതിൽ കാസ്റ്റ് ചേഞ്ച് ആക്കിയിട്ടാണ് അന്നാടി ആർമസിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആൻഡ് ഈ ഒരു സിനിമയുടെ മറ്റൊരു പ്രത്യേകത കിയാനോ റീവ്സിന്റെ ക്യാരക്ടറിൽ റിപ്രൈസ് ആവുന്നുണ്ട് എന്നുള്ളതാണ്. സോ ചിലർക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ആയിരിക്കും, ഇതിപ്പോൾ 4 കഴിഞ്ഞിട്ടാണോ ഇനി 5 വരാതിരിക്കുന്നുണ്ട്, അതിൻ്റെ കണ്ടിന്യൂഷനാണ്, അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. പക്ഷേ 3ഉം 4ഉം അതിൻ്റെ ഇടയിൽ നടക്കുന്ന കഥയാണ്. ആൻഡ് ഇത് കംപ്ലീറ്റ്ലി ബെല്ലറിൻ്റെ കഥയാണ്. ഇത് കിയാനോ റീവ്സിൻ്റെ കഥയല്ല, ജസ്റ്റ് ഒരു ക്യാമിയോ പോലെ മൂപ്പര് വന്നു പോകുന്നുണ്ടാവുള്ളൂ. ട്രെയിലറൊക്കെ കുറേ കൂടി കാണിക്കുന്നുണ്ടെങ്കിലും ഇതൊരു സപ്പോർട്ടിങ് ക്യാരക്ടറായിട്ട് മൂപ്പര് ഫുൾ പടത്തിലൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് ഗ്ലിംസ് പോലെ അവിടെ വന്നു പോകുന്നുണ്ട്. സോ ഈ ഒരു ഫ്രാഞ്ചൈസിന്റെ എക്സ്പെൻഷൻ ആയതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കരധികം എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുന്ന ഒരു പടങ്ങളിലൊന്നാണ് ബെല്ലറീന. ആൻഡ് ഇത് വേൾഡ് വൈഡ് ജൂൺ 6 റിലീസ് ചെയ്തത്. നമ്മുടെ ഇവിടെ എന്തൊക്കെയോ കാരണം കൊണ്ട് ജൂൺ 13 പുഷ് ചെയ്തു. കാരണം പക്ഷേ 13 വേറൊരു പടം കൂടിയുണ്ട്, ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ. ഇത് രണ്ടും കൂടി ഇവിടെ ക്ലാഷ് ആവും, അവിടെ ക്ലാഷ് ഒന്നും ആവില്ല. സോ ഈ ഒരു പടം ഒട്ടുമിക്ക ആൾക്കാരും കാണുന്നുണ്ടാവില്ല, കാരണം ഇതൊരു ആനിമേറ്റഡ് മൂവിയുടെ ലൈവ് ആക്ഷൻ അഡാപ്റ്റേഷനാണ്. പക്ഷേ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആദ്യം അത് പോയി കാണാം. ഇത് കിണ്ണം കാഴ്ചയായിട്ടാണ്, ആനിമേറ്റഡ് ആണെന്ന് പറഞ്ഞ് കാണാതിരിക്കരുത്. 3 പടമുണ്ട്.
കിഡിലെ ഫ്രാഞ്ചൈസാണ്. നമുക്ക് ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീൽ തരുന്ന ആ ഒരു ക്യാരക്ടേഴ്സൊക്കെ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന പോലത്തെ ഒരു പടമാണ്. ആൻഡ് അതിൻ്റെ ലൈവ് ആക്ഷൻ അഡാപ്റ്റേഷൻ ഇതുവരെ മറ്റ് ഇപ്പോൾ ഡിസ്നിയുടെ ഒക്കെ ഈവൻ റീസെൻ്റ്ലി സ്നോ വൈറ്റ് അടക്കം പുറത്തിറങ്ങിയിരുന്നു. അതിനൊക്കെ കിട്ടിയ ബാക്ക്ലാഷ് നമുക്കറിയാം. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ അതേ ഡയറക്ടർ, ഈ ഒരു ആനിമേറ്റഡ് മൂവീസ് എടുത്ത അതേ ഡയറക്ടറുടെ കയ്യിൽ തന്നെയാണ് ഈ സാധനം ഡ്രീം വർക്ക്സ് കൊടുത്തിട്ടുള്ളത്. സോ അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് തോന്നും. ട്രെയിലർക്ക് ഒരു ഓക്കെ മോഡായിരുന്നു. നമ്മൾ എന്താണ് അതിൽ കണ്ടത് എക്സാക്ട്ലി അത് തന്നെയാണ് ഇതിൽ കാണാനുള്ളത്. അതിൻ്റെ വലിയ വ്യത്യാസങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ഇപ്പോൾ ആ ആനിമേഷൻസിലായിക്കോട്ടെ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിൻ്റെ ആ ഒരു ഡൈനാമിക്സിലായിക്കോട്ടെ, ഇപ്പോൾ എങ്ങനെയാണ് ആ ഒരു നമ്മളതിൽ ഹിക്കപ്പിനെ കണ്ടത് അതേപോലെ തന്നെ ആയിരിക്കും നമുക്കിതിൽ കാണാൻ പറ്റുക. ദെൻ 13-ാം തീയതി തന്നെ എക്കോ വാലി എന്ന് പറഞ്ഞ സിനിമ പുറത്തിറങ്ങുന്നുണ്ട് ആപ്പിൾ TV+ലൂടെ. ഈ നമ്മുടെ ജൂലിയൻ മൂറും സിഡ്നി സ്വീനിയും പ്രധാന വേഷത്തിൽ എത്തുന്ന ഏറ്റവും പുതിയ സിനിമയാണ്. ഒരു സിഡ്നി സ്വീനി പടം എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് കുറച്ച് കൂടും, അല്ലെങ്കിൽ ഹൈപ്പ് കുറച്ച് കൂടും, പ്രത്യേകിച്ച് സോപ്പ് കെട്ടൊക്കെ ഇറങ്ങിയതുകൊണ്ട് റീസെൻ്റ്ലി. ദെൻ 13-ാം തീയതി തന്നെ റോന്ത് എന്ന് പറഞ്ഞ സിനിമ പുറത്തിറങ്ങുന്നുണ്ട് മലയാളത്തിൽ നിന്നും. നമ്മുടെ ജോസഫ്, നായാട്ട് എന്നീ സിനിമകളുടെ റൈറ്റർ സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. റോഷൻ മാത്യൂസും ദിലീഷ് പോത്തനുമാണ് ഇതിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നത്. ദെൻ ഇതേ 13-ാം തീയതി തന്നെ സുമതി വളവ് എന്ന് പറഞ്ഞ മറ്റൊരു മലയാളം ചിത്രം കൂടി പുറത്തിറങ്ങുന്നുണ്ട്. കൂടാതെ മെറ്റീരിയലിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു A24 ചിത്രവും ഹോളിവുഡിൽ നിന്നും ജൂൺ 13-ാം തീയതി പുറത്തിറങ്ങുന്നതാണ്. നമ്മുടെ ഡക്കോട്ട ജോൺസൺ, പെഡ്രോ പാസ്കൽ, ക്രിസ് ഇവാൻസ് തുടങ്ങി വലിയ കാസ്റ്റ് ലിസ്റ്റുള്ള ഒരു മൂവിയാണ്. ദെൻ ജൂൺ 20-ാം തീയതി സിത്താരെ സമീൻ പർ എന്ന് പറഞ്ഞ സിനിമ പുറത്തിറങ്ങുന്നത്. നമ്മുടെ താരെ സമീൻ പർ എന്ന സിനിമ നമ്മുടെ ഹിറ്റ് പടം അമീർ ഖാൻ്റെ അതിൻ്റെ ഒരു സ്പിരിച്വൽ സക്സസർ ആണെന്ന് പറയാം. അതൊരു ഡയറക്റ്റ് സീക്വലോ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡ് അലോണോ അല്ലെങ്കിൽ ഒരു ഫ്രാഞ്ചൈസ് ആക്കി മാറ്റാനൊന്നുമില്ല. അതേപോലത്തെ വേറൊരു കഥ, അതേപോലത്തെ ഒരു ക്യാരക്ടേഴ്സ് വെച്ചിട്ട്. ആൻഡ് ഇത് ആക്ച്വലി ഒരു റീമേക്ക് ആണ്. 2018 പുറത്തിറങ്ങിയ സ്പാനിഷ് ചിത്രമായ ചാമ്പ്യൻസ് എന്ന് പറഞ്ഞ പടത്തിന്റെ ഒരു ഒഫീഷ്യൽ റീമേക്ക് ആയിട്ട് തന്നെയാണ് ഈ ഒരു പടം പുറത്തിറങ്ങുന്നത്. ദെൻ 20-ാം തീയതി കുബേര എന്ന് പറഞ്ഞ സിനിമ പുറത്തിറങ്ങുന്നുണ്ട്. നമ്മുടെ ധനുഷ്, നാഗാർജുന, രശ്മിക മന്ദാന തുടങ്ങി വലിയ കാസ്റ്റ് ലിസ്റ്റുള്ള മൂവിയാണ്. ഇത് ആക്ച്വലി തെലുങ്ക്, തമിഴ്, ഹിന്ദി എന്നീ ഭാഷകളിൽ സൈമൾട്ടേനിയസ് ആയിട്ട് ഷൂട്ട് ചെയ്തൊരു പടം കൂടിയാണ്. ദെൻ 20-ാം തീയതി ഏറ്റവും പുതിയ ഡിസ്നി പിക്സാർ ചിത്രം എലിയോ പുറത്തിറങ്ങുന്നുണ്ട്. ഈ ഒരു മാസത്തെയും ഈ ഒരു വർഷത്തിലെ തന്നെ ഹോളിവുഡിൽ നിന്ന് ഇറങ്ങുന്ന റിലീസുകളിൽ തന്നെ എനിക്ക് ഏറ്റവും അല്ലെങ്കിൽ പേഴ്സണലി എന്നെ ഭയങ്കര എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു പടം ഇറങ്ങുന്നത് ജൂൺ 20-ാം തീയതിയാണ്. 28 years later. കിഡിലൻ ട്രെയിലറായിരുന്നു പറഞ്ഞത്. കിഡിലൻ ട്രെയിലറായിരുന്നു. ഈ അടുത്ത് എത്രയോ നമ്മൾ സോംബി സിനിമകളും സീരീസുകളൊക്കെ തന്നെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ആ ഒരു ട്രെയിലർ കിട്ടിയിട്ടുള്ള ആ ഒരു ഗ്രിപ്പ് ഉണ്ടല്ലോ, ആ ഒരു ആക്ച്വലി സോംബി എന്ന് പറഞ്ഞാൽ ഹൊറർ ജോണറിൻ്റെ ഒരു സബ് ജോണറാണെന്ന് പറയാം നമ്മൾ. പക്ഷേ പലപ്പോഴും സോംബി എന്ന് പറയുമ്പോൾ ഒരു സർവൈവലോ ആ ഒരു മോഡിലേക്കായിരിക്കും നമ്മൾ കൂടുതലും പറയാറ്. പക്ഷേ ആക്ച്വലി സോംബി എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹൊറർ ഫീൽ ഉണ്ടല്ലോ നമുക്ക്. നമ്മളിപ്പോൾ പണ്ട് അല്ലെങ്കിൽ റീസെൻ്റ്ലി ഇറങ്ങുന്ന മറ്റു ഹൊറർ ചിത്രങ്ങളിൽ നിന്നും അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ പടങ്ങളിൽ നിന്നും പോലും കിട്ടാത്ത അത്രയും വലിയ ഇഫക്റ്റ് ജസ്റ്റ് ഇതിൻ്റെ ട്രെയിലറിൽ നിന്ന് കിട്ടുന്നുണ്ട്. ആ ഒരു അറ്റ്മോസ്ഫിയർ ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓൾറെഡി ഇതൊരു ഫ്രാഞ്ചൈസിൽ 3-ാമത്തെ പടമാണ്. ഇതിൽ നിന്ന് 4-5 പടങ്ങൾ ഓൾറെഡി വരാതിരിക്കുന്നുണ്ട്. തൊട്ടടുത്ത വർഷം തന്നെ ഐ തിങ്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് ഇവർ ഷൂട്ട് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അടുത്ത വർഷം തന്നെ അടുത്ത പടം വരാനിരിക്കുന്നത്. ഡാനി ബോയിലാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. 28 days later എന്ന് പറഞ്ഞുള്ളൊരു പടമുണ്ട്. അത് കഴിഞ്ഞ് 28 weeks later എന്ന് പറഞ്ഞ പടമുണ്ട്. അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വർഷങ്ങൾ കഴിഞ്ഞിട്ടുള്ളൊരു പടമാണ് ഈ ഒരു 28 years later. കിഡിലൻ ട്രെയിലറാണ്. ഇതിൻ്റെ ട്രെയിലർ ഒന്ന് കണ്ടുവെക്കാം. അപ്പം തന്നെ ഇത് ഹുക്കാവും ഈ പടം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. അതിന് മറ്റു പടങ്ങളെടുത്ത ഡാനി ബോയിലെ സംവിധാനം കൂടാതെ ഇതിൻ്റെ റൈറ്റർ അലക്സ് ഗാർലൻഡ് ആണ്. മൂപ്പറുടെ മറ്റ് സിനിമകളൊക്കെ നമ്മൾ കണ്ടതാണ്. എത്ര കിഡിലായിട്ടാണ് മൂപ്പർ റീസെൻ്റ്ലി ഇറങ്ങിയ A24 പടങ്ങളൊക്കെ ചെയ്തത്. സിവിൽ വാറും വാർഫെയർ ഒക്കെ തന്നെ. സോ ഇതും ഒരു ഗംഭീര പടമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് എനിക്ക്. ഇപ്പോൾ സാധാരണ നമ്മൾ കാണുന്ന നോർമൽ ടിപ്പിക്കൽ ആ ഒരു സോംബി സാധനം അല്ലാതെ ഇതുവരെ നമ്മൾ കാണാത്ത എന്താണ് സോംബി എന്നുള്ള ഒരു റിയൽ ടെറർ ഉണ്ടാക്കുന്നൊരു പടം എന്നൊരു പ്രതീക്ഷയുണ്ട് 28 years later. ദെൻ 24-ാം തീയതി അയൺ ഹേർട്ട് എന്ന് പറഞ്ഞ സീരീസ് പുറത്തിറങ്ങുന്നത് ഡിസ്നി ഹോട്ട്സ്റ്റാറിലൂടെ. ഇത് മാർവലിൻ്റെ അല്ലെങ്കിൽ MCUവിലെ ഏറ്റവും പുതിയ സീരീസാണ്. പേഴ്സണലി ഇതുവരെയുള്ള റിലീസുകളിൽ അല്ലെങ്കിൽ ഈ ഒരു സീരീസ് റിലീസുകളിൽ തന്നെ ഒട്ടും ഹൈപ്പില്ലാത്ത അല്ലെങ്കിൽ ഇത് ഇറങ്ങുന്നുണ്ടെന്ന് പോലെ അറിയാത്തൊരു സാധനമാണ് ഈ അയൺ ഹാർട്ട്. ഒരു പ്രതീക്ഷയില്ല, കണ്ടുവെക്കണം. അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല എനിക്ക് ഈ സീരീസിനെ പറ്റി. ദെൻ 25-ാം തീയതി ബെയറിൻ്റെ സീസൺ 4 ഇറങ്ങുന്നുണ്ട്. ഇതൊരു കിഡിലൻ സീരീസാണ്, ഇതുവരെ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് കണ്ടുവെക്കാം. ദെൻ 27-ാം തീയതിയാണ് F1 എന്ന സിനിമ പുറത്തിറങ്ങുന്നത്. ഈ ഫോർമുല 1 റേസിങ്ങിനെ ആസ്പദമാക്കി തന്നെ പുറത്തിറങ്ങുന്ന ഈ സിനിമ ജോസഫ് കൊസിൻസ്കിയാണ് സംവിധാനം ചെയ്യുന്നത്. ആൻഡ് ബ്രാഡ് പിറ്റാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നത്. ഇതിൻ്റെ വലിയ ട്രെയിലറോ അല്ലെങ്കിൽ വലിയ ഇൻഡെപ്തായിട്ടുള്ള സാധനങ്ങളൊന്നും റിലീസ് ചെയ്തിട്ടില്ല. കുറച്ച് ചില ഗ്ലിംസുകൾ മാത്രം. പക്ഷേ ഈ സിനിമയിൽ ഒരുപാട് പ്രതീക്ഷയുണ്ട്. അതിനുള്ള കാരണം ഇതിൻ്റെ ക്രൂ ആണ്. കാരണം ഈ സിനിമ സംവിധാനം ചെയ്യുന്ന ഈ ജോസഫ് കൊസിൻസ്കി. അങ്ങയുടെ തൊട്ട് മുമ്പത്തെ പടം ടോപ്പ് ഗൺ മാവറിക് ഞാൻ ഫസ്റ്റ് ഡേ കാണുമ്പോൾ എൻ്റെ തിയേറ്ററിൽ ആരും ഉണ്ടായിരുന്നില്ല, എനിക്ക് കിട്ടിയ. പക്ഷേ ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലായിരുന്നു. അത് ഒരു വട്ടം കൂടി ഐമാക്സിൽ കണ്ടപ്പോൾ അതിന് ലെവൽ കുറച്ചും കൂടി കൂടി. അതുകൊണ്ട് തന്നെ ഈ വർഷം ഐമാക്സിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്നൊരു പടമാണ് ഈ ഒരു F1 എന്ന പടം. ഐ തിങ്ക് ഐമാക്സിന് വേണ്ടിയിട്ടല്ല, പക്ഷേ ഫിലിം ഫോർ ഐമാക്സ് ആയിരിക്കും. ഐമാക്സിൽ ഷൂട്ട് ചെയ്ത പടമാണെന്ന് തോന്നുന്നില്ല. ദെൻ വേറൊരു പ്രത്യേകത ഹാൻസ് സിമ്മറാണ് ഇതിൽ മ്യൂസിക് കൈകാര്യം ചെയ്യുന്നത്. ദെൻ ക്ലോഡിയ മിറാൻഡയാണ് ഇതിലെ ക്യാമറ അല്ലെങ്കിൽ സിനിമാറ്റോഗ്രഫി കൈകാര്യം ചെയ്യുന്നത്. സോ ഇങ്ങനെ
ഒരു എക്സെപ്ഷണൽ ആയിട്ടുള്ള ക്രൂ ഉണ്ട് ഇവർക്ക്. സോ ഒരു കിഡിലും പടം തന്നെ എനിക്ക് ചെയ്യുന്നുള്ള ഉറപ്പാണ്. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രതീക്ഷ വയ്ക്കാൻ പറ്റുന്ന റൈറ്റാണ് F1. എന്നാൽ ഇതേപോലെ തന്നെ ഇതേ ദിവസം തന്നെ 27-ാം തീയതി മേഗൻ 2.0 എന്ന് പറഞ്ഞ സിനിമ പുറത്തിറങ്ങുന്നുണ്ട്. ഇത് ഓൾറെഡി 2020 ഇറങ്ങിയ ഒരു സൈഫൈ ഹൊറർ മൂവി ആയിരുന്നു. അതിന്റെ സീക്വലാണ് ഈ ഒരു മേഗൻ 2.0. ഇതിന് 27-ാം തീയതി സ്മോക്ക് എന്ന് പറഞ്ഞൊരു സീരീസ് ആപ്പിൾ TV പ്ലസിലൂടെ പുറത്തിറങ്ങുന്നുണ്ട്. കൂടാതെ തെലുങ്കിൽ നിന്നും കണ്ണപ്പ എന്ന് പറഞ്ഞ ചിത്രവും കാജോളിന്റെ ഏറ്റവും പുതിയ ഹൊറർ ചിത്രമായ മായും, ദെൻ തമിഴിൽ നിന്നും ഏറ്റവും പുതിയ വിജയ് ആന്റണി ചിത്രം മാർഗനും 27-ാം തീയതിയാണ് പുറത്തിറങ്ങുന്നത്. ദെൻ ജൂൺ 27-ാം തീയതിയാണ് സ്ക്വിഡ് ഗെയിമിന്റെ സീസൺ 3 പുറത്തിറങ്ങുന്നത്. ഇത് ഫിനാലെയാണ്, ഫൈനൽ സീസൺ. ആൻഡ് ഇതിന് തൊട്ട് മുമ്പത്തെ സീസൺ 2 ഐ തിങ്ക് ഈ വർഷം തന്നെ ആയിരുന്നു തോന്നുന്നു സീസൺ 2 കൂടി പുറത്തിറങ്ങിയത്. അതിൽ എന്തെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇത് അടുത്ത പാട്ടാണ്, ഇനി ഫിനാലെ വരാൻ പോവാണ്, ഇത് തീർക്കാൻ പോകണം എന്നുള്ളതൊക്കെ. ഞാൻ വിചാരിച്ചത് വലിപ്പിച്ച് നെറ്റ്ഫ്ലിക്സിന്റെ സിനിമ മണി ഹെസ്റ്റൊക്കെ ചെയ്ത പോലെ ഒരു 4-5 സീസണിലേക്ക് ഇവർ കൊണ്ടുപോകുന്നുള്ളത്. പക്ഷെ പ്രോപ്പറായിട്ട് ഇവർക്ക് എൻ്റെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. നമുക്ക് സീസൺ 3 കംപ്ലീറ്റ് ആയിട്ട് റിലീസ് ചെയ്യുക 27-ാം തീയതിയാണ്. ഞാൻ ഇതും ഇനി പാർട്സ് ആയിട്ട് ബ്രേക്ക് ചെയ്യുന്നു വിചാരിച്ചു. ഇപ്പോൾ സ്ട്രേഞ്ചർ തിങ്സ് ഒക്കെ അനൗൺസ് ചെയ്ത് കണ്ടില്ല, ഒരു 3 പാർട്ടായിട്ട്. ഓക്കെ, അതിനുള്ളത് ഉണ്ടെങ്കിൽ ഓക്കെ. ഇത് പക്ഷേ നോക്കാം. സോ 27-ാം തീയതിയാണ് സ്ക്വിഡ് ഗെയിമിൻ്റെ സീസൺ 3. സോ ഇത്ര റിലീസുകളാണ് ഈ മാസം നമ്മൾ കാത്തിരിക്കുന്നത്, വലിയ റിലീസുകൾ, സിനിമയും സീരീസ് ഒക്കെ തന്നെ. സോ ഇതിൽ തന്നെ നിങ്ങൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയുടെ സീരീസ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഞാൻ ഈ ലിസ്റ്റിൽ പറയാതെ വിട്ടുപോയ ഏതെങ്കിലും സിനിമകളോ സീരീസുകളൊക്കെ ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.